ഇവർക്ക് തന്നെ ഡൗട്ടായിരുന്നു അത് ക്ലിയർ ആവുമെന്നുള്ളത്. എങ്ങനെയുണ്ട് അഭിപ്രായം? വളരെ സന്തോഷമുള്ളൂ. കാരണം നമ്മുടെ വണ്ടി ഇങ്ങനെ ആവുമ്പോൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത കണ്ടു കഴിഞ്ഞപ്പോൾ ഒറ്റ നടത്തി കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്തായാലും 100% തൃപ്തി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജിൽ നിന്ന് വന്നിരിക്കുന്ന സെന്നിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു സെന്ന് നമ്മളുടെ ഗാരേജിലേക്ക് എത്തുമ്പോൾ ഒരു ഞായറാഴ്ച ദിവസമാണ് ഈ ഒരു വണ്ടി നമ്മളുടെ ഗാരേജിൽ കൊണ്ടിടുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഡയറക്റ്റ് അങ്ങനെ കണ്ട് ജോബ് കാർഡും കാര്യങ്ങളൊന്നും ഡയറക്റ്റായിട്ട് ഓപ്പണിങ് കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. ഒരു ഞായറാഴ്ച ദിവസം കസ്റ്റമർ വണ്ടി കൊണ്ടിട്ടു, കസ്റ്റമർ തിരിച്ചു പോയി. കോതമംഗലത്തു നിന്നാണ് വന്നത്. നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 100 ചില കിലോമീറ്റർ, 110 കിലോമീറ്റർ, 100 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത്രയും ദൂരെ നിന്നാണ് നമ്മളുടെ ഇവിടേക്ക് ആ ഒരു വണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ പിറ്റേ ദിവസം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ഞങ്ങൾ വണ്ടി വന്ന് നോക്കിയപ്പോൾ തന്നെ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം മോശമായിരുന്നു. പക്ഷേ ഫ്രണ്ട് ബമ്പർ ബാക്ക് ബമ്പറൊക്കെ കസ്റ്റമർ വാങ്ങിയതിന് ശേഷം റീപ്ലേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗങ്ങളൊക്കെ ക്ലിയറാണ്. പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങൾ പെയിൻറ്റിങ് ചെയ്തിട്ട് കൊളാക്കി വെച്ച അവസ്ഥയിലൊക്കെയായിരുന്നു. ഒരുപാട് ലെയർ പെയിൻ്റൊക്കെ അടിച്ച് പിന്നെ എന്നിട്ട് NC പെയിൻറ്റ്, ലോക്കൽ പെയിൻ്റൊക്കെ യൂസ് ചെയ്ത് കൊളാക്കിയ രീതിയിലേക്കായിരുന്നു വണ്ടി. അപ്പോൾ ചില വർക്കുകൾ എന്നിട്ടായിരിക്കും നമുക്ക് കഷ്ടപ്പെട്ടെടുക്കാമെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ വർക്ക് എടുക്കണോ വേണ്ടതെന്നൊക്കെയായി ഞങ്ങൾക്ക്. പിന്നെ എന്തായാലും വണ്ടി കസ്റ്റമർ ഇത്ര ദൂരെ നിന്ന് നമ്മളിവിടെ കൊണ്ടിട്ടിട്ട് നമ്മൾ ആ വർക്ക് എടുക്കാണ്ടിരിക്കുന്നതും ശരിയല്ല. അങ്ങനെ നമ്മൾ ആ വർക്ക് എടുത്തു. മേജർ ഡെൻഡിങ് ഉണ്ട്. ഇപ്പോൾ ഫെൻഡറൊക്കെ നിങ്ങൾ കാണുന്ന മാതിരി തന്നെ ഫെൻഡറൊക്കെ ഭയങ്കര അധികം മോശം അവസ്ഥയിലൊക്കെയാണ്. അതായത് ഒരുപാട് പ്രാവശ്യം പുട്ടിയൊക്കെ ഇട്ട അവസ്ഥയിലൊക്കെയാണ്. അതല്ലാണ്ട് മേജറായിട്ട് നല്ല രീതിയിൽ തുരുമ്പ് വരാം, റണ്ണിങ് ബോർഡൊക്കെ തുരുമ്പ് വന്നിട്ടുള്ള അവസ്ഥയിലൊന്നും ആയിരുന്നില്ല. അങ്ങനെ നമ്മളുടെ വണ്ടി നമ്മൾ വർക്കും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ആ സമയത്ത് നമുക്ക് ഒരുപാട് വണ്ടികൾ നമ്മൾ എടുത്തിരുന്നു, ഇന്നോവ ടൈപ്പ് ഫോർ കൺവേർഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അതായത് ആദ്യം നമ്മൾ അതിൻ്റെ ബോഡി ഫുള്ളായിട്ട് സ്ട്രിപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ട്രിപ്പ് റിമൂവർ യൂസ് ചെയ്തിട്ട് തന്നെ ഫുള്ളായിട്ട് തന്നെ അതിൻ്റെ ആ റെഡ് കളറിലുള്ള ഭാഗം പെയിൻറ്റ് ഔട്ടർ ബോഡി മാത്രം സ്ട്രിപ്പ് ചെയ്തെടുക്കുക ചെയ്തത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പുട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പുട്ടി വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. ഔട്ടർ ബോഡി മാത്രം നമ്മൾ പ്രൈമർ കോട്ട് ആപ്ലിക്കേഷൻ നടത്തി. അങ്ങനെ നമ്മൾ ബൂത്തിലേക്ക് കയറ്റിയപ്പോൾ പിന്നെ നമ്മൾക്ക് മനസ്സിലായി ഇത് ഔട്ടർ ബോഡി മാത്രം സ്ട്രിപ്പ് ചെയ്താൽ ഈ ഒരു പണി നമുക്ക് തീർക്കാൻ സാധിക്കില്ല. അങ്ങനെ നമ്മൾ 4 ഡോറുകളും ഫുള്ള് റിമൂവ് ചെയ്തു. അതിനുശേഷം ഇന്നറിൽ വരുന്ന ആ ഭാഗങ്ങളൊക്കെ ഇല്ലേ, പിന്നെ ഓരോ നെറ്റ് ബോൾട്ടും അടക്കം റെഡ് കളർ അടിച്ചു വെച്ച അവസ്ഥയിലായിരുന്നു. അപ്പോൾ നെറ്റ് ബോൾട്ടുകളും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തന്നെ ഊരിയതിന് ശേഷം ഇന്നറിൽ വരുന്ന ഭാഗങ്ങളും ഫുള്ളായിട്ട് തന്നെ സ്ട്രിപ്പ് റിമൂവർ യൂസ് ചെയ്ത് സ്ട്രിപ്പ് ചെയ്ത് അങ്ങനെ എല്ലാ ഭാഗം ഡോറിൻ്റെ ഇന്നറായാലും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഡോറിൻ്റെ ഇന്നറൊക്കെ ചെറുതായിട്ട് ഇതേമ വരെ ഇങ്ങനെ തുടച്ചെടുക്കാവുന്ന രീതിയിലേക്ക് പെയിൻറ്റ് ഇങ്ങനെ പാളമാരി ഇങ്ങനെ പൊളിഞ്ഞ് വന്ന് പോന്നു. അപ്പോൾ അങ്ങനെ ഫുള്ളും ഏകദേശം ഒരു 2 പ്രാവശ്യം നമ്മൾ ബൂത്തി കയറ്റി. അപ്പോൾ മനസ്സിലായത് അവിടെ ഇവിടെ കംപ്ലൈൻ്റ് ഉണ്ട്, ശരിയാവില്ല. ലൈറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. വീണ്ടും ബൂത്തിൽ നിന്ന് ഇറക്കി വീണ്ടും അങ്ങനെ സ്ട്രിപ്പ് റിമൂവ് യൂസ് ചെയ്ത് ഫുള്ളായിട്ട് ഗ്യാപ്പുകൾ ഓരോ ഇഞ്ചസിൻ്റെയൊക്കെ ഗ്യാപ്പുകളില്ല, നമ്മുടെ ഡോറിൻ്റെ തുറക്കടക്കം ചെയ്യേണ്ട ഇഞ്ചസ്, വിജാഗിരി എന്നൊക്കെ പറയും മലയാളത്തിൽ. ആ ഇഞ്ചസിൻ്റെ അടക്കം ഗ്യാപ്പുകളിൽ നിന്ന് വരെ ഈ റെഡ് കളർ എടുത്ത് കളയേണ്ടി വന്നു. കാരണം പെയിൻറ്റ് നമ്മളൊരു നല്ല സർഫേസർ അടിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പ്രൈമർ അടിക്കുമ്പോൾ തന്നെ പിരിഞ്ഞ് വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അത് ആ കംപ്ലൈൻറ്റോ പെയിൻ്റ് അടിച്ചാൽ പിന്നെ കംപ്ലൈൻറ്റോ അവിടെ മാത്രം പെയിൻറ്റ് ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് വണ്ടി സ്ട്രിപ്പ് ചെയ്യേണ്ടി വന്നു. അതേപോലെ ഇന്നറിലേക്ക് നമ്മൾ സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫുള്ളായിട്ട് പോയിന്നാണ്. അപ്പോൾ നമ്മൾ അതിനപ്പം തന്നെ എപ്പോക്സി അല്ലെങ്കിൽ ഓയിൽ പ്രൈമറൊക്കെ അടിച്ച് കൊടുക്കണം. അങ്ങനെ സ്ട്രിപ്പ് ചെയ്ത ഭാഗങ്ങളിൽ സെപ്പറേറ്റ് ചെയ്ത് ഓയിൽ പ്രൈമറും കാര്യങ്ങളൊക്കെ അടിച്ച് അങ്ങനെ ഫൈനലി വീണ്ടും ലാസ്റ്റ് ഇതായിട്ട് നമ്മൾ ബൂത്തിലേക്ക് വണ്ടി കയറ്റി ഡോറെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് അതിന് എൻ്റർ ബോഡി കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. കസ്റ്റമർ 1E7 എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നോവയ്ക്ക് പറഞ്ഞ സിൽവർ കളർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു കളർ നമ്മൾ അടിച്ച് തുടങ്ങി.
Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet, damn ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. And we all got dreams, we all want things, but what you gonna do for it? How you gonna move for it? What you gonna be? And do you believe you can do anything? But what you gonna do for it? How you gonna move for it? What you gonna be? Let's go. Hey. Yeah, this is my life, my strife, my right to fight, to die on. അപ്പോൾ നമ്മുടെ സെന്ന് വാഷിങ് തീർന്നിട്ടുണ്ട്. നമ്മൾ വാഷിങ്ങിലേക്ക് നേരത്തെ കൊണ്ടുവിട്ടു. ഞാൻ അതിൻ്റെ സ്കർട്ടിങ് അതേപോലെ തന്നെ ഫെൻഡർ ലൈനിങ് ഫിറ്റിങ് ബാക്കിയുണ്ട്. അപ്പോൾ അതിക്ക് മുമ്പ് നമ്മൾ വാഷിങ് തീർത്തു. ഇനിയിപ്പോൾ പെട്ടെന്ന് നമുക്ക് വാഷിങ് തീർന്നില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് വാഷിങ് കഴിഞ്ഞാലും ഫിറ്റ് ചെയ്യാം. അപ്പോൾ സെന്ന് എടുക്കാനും അതേപോലെ തന്നെ ഈ ഒരു വണ്ടി നമുക്ക് വാഷിങ്ങിലേക്ക് ഇടണം. ഓക്കെ, നമുക്ക് സെന്ന് എടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്യാരേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ള സ്റ്റെപ്പ്, താഴെ വരുന്ന സ്കർട്ടിങ്, ലൈനിങ്, അങ്ങനെ കുറച്ച് ഫിറ്റിങ്സ് ഉണ്ട്. ആണത് ചെറുക്കറും I think I'm going crazy, don't think I'll get home safe. So I'm taking 6 shots all straight to the face. I'm taking 6 shots, are you coming with me? I'm taking 6 shots, yeah, straight to the face. And I wanna get lost, I'm sick of this place. Don't know how to stop when I'm feeling this way. So I'm taking 6 shots till I'm feeling okay. I think I'm going crazy, don't think I'll get home safe. So I'm taking 6 shots all straight to the face. I'm taking 6 shots, are you coming with me? ഈ ഒരു വണ്ടി നമ്മളുടെ ഗ്യാരേജിലേക്ക് വന്നപ്പോൾ ഇവർക്ക് തന്നെ ഡൗട്ടായിരുന്നു അത് ക്ലിയർ ആവുമെന്നുള്ളത്. കാരണം ഒരുപാട് പെയിൻറ്റിങ് വരെ ഒരുപാട് ലെയർ അടിച്ചിട്ടും അതേപോലെ തന്നെ NC പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു വണ്ടി. അപ്പോൾ അത് മൊത്തത്തിൽ പാച്ചല്ല, പെയിൻറ്റ് ചെയ്ത് കൊളാക്കി എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ വണ്ടി ഇന്ന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കസ്റ്റമറാണ്. സ്ഥലം എവിടെ? കോതമംഗലം. മൂവാറ്റുപുഴ കോതമംഗലത്തിൽ നിന്നാണ് വന്നത്. എങ്ങനെയുണ്ട് അഭിപ്രായം? വളരെ സന്തോഷമുള്ളൂ. കാരണം നമ്മുടെ വണ്ടി ഇങ്ങനെ ആവുമ്പോൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത കണ്ടതിന് ഒറ്റ നടത്തി കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്താണ് 100% തൃപ്തി. നമ്മുടെ ഇന്നോവയ്ക്ക് വരുന്ന 1E7 കൊണ്ടുള്ള സിൽവർ കളർ തന്നെ അടിച്ചാണ്. അത് ചൂസ് ചെയ്യാൻ വല്ല കാരണമുണ്ടോ? എനിക്ക് അത് ഒരു ഇഷ്ടമുണ്ടായിരുന്നു, ആ കളറിനോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അതല്ലേ, സെല്ലിൽ വന്ന് ഇതിലും കുറച്ചുകൂടി ഗ്ലേസിങ് കുറഞ്ഞ കളറാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി അപ്പം അതിനും രസമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. 100% സാറ്റിസ്ഫൈഡ് ആണ്. അതല്ലേ, ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പോൾ ആ വണ്ടി ഇപ്പോൾ ഡെലിവറി ചെയ്യാണ്. വണ്ടിയുടെ ഫൈനൽ ഷോട്ടും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. കൂട്ടുകാരന്മാരല്ലേ? റിലേറ്റീവ് ചേട്ടൻ അത് കൂട്ടുകാരൻ. അതല്ലേ, ഓക്കെ ഓക്കെ, ശരി. I feel like I'm losing my mind. Is everybody in the world blind? Please Lord give me a sign, a sign. I feel like I'm losing my mind. Is everybody in the world blind? Please Lord give me a sign, a sign. I wanna be the greatest. Everybody on the fake shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient, hoping one day I blow up from the basement. Statement, the top is so vacant. I don't hear shit that I think is amazing. Waiting for my day when I'm playing sold out shows for 1,000 faces. Hey, give me that crown, get in my way and to be put down. It ain't your place, no, this my town. If I want that shit, then I'll get it right now.
I'm losing it, the noose it fits, I'm losing shit, a stupid myth. You choose to live or choose to dip, you choose to fight or lose your grip and lose a gift. I feel like I'm losing my mind. Is everybody in the world blind? Please Lord give me a sign, a sign. I feel like I'm losing my mind. Is everybody in the world blind? അപ്പോൾ നമ്മൾക്ക് മാക്സിമം നല്ല രീതിയിൽ തന്നെ ആ ഒരു വണ്ടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഒരുപാട് ദിവസം എടുത്തു, പക്ഷേ നമുക്ക് ആ വർക്ക് വണ്ടി നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ആ കസ്റ്റമർ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ആ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ അതൊക്കെ മൊത്തത്തിൽ പോയിട്ട്, കാരണം ഒരുപാട് ലേബർ വന്നിരുന്നു ആ വണ്ടിയുമ്പോൾ. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലാണ്ട് നമുക്കൊരു കാൽക്കുലേഷൻ അല്ലാത്ത രീതിയിൽ ലേബർ വന്നു. കാരണം ഞാൻ ചില വ്ളോഗുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ചില വൈകുന്നേരങ്ങളിൽ എല്ലാ പണിക്കാരും ഒരുമിച്ച് ആ വണ്ടിയുമ്പോൾ നിൽക്കണ ഒരു ഇതൊക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ആ വണ്ടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം ഒരു 43 രൂപ ബില്ല് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് ലൈനിങ് വെതർ സ്ട്രിപ്പ് സാധനങ്ങളെല്ലാം വാങ്ങിയിരുന്നു. അതേപോലെ പെയിൻറ്റിങ്ങും പിന്നെ പെയിൻറ്റ് സ്ട്രിപ്പ് ഇതൊക്കെ കൂടി 43 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത്. ആ വണ്ടി ഫുള്ളും ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഈ ഒരു കണ്ടീഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള ചാർജ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള പെയിൻറ്റിങ്, അതേപോലെ തന്നെ നമ്മളുടെ കൺവേർഷൻ വർക്ക്, ഫോർച്യൂണർ, ഇന്നോവ, അതേപോലെ സിയാസ്, എർട്ടിക, എസ്ക്രോസ്. ഇപ്പോൾ എസ്ക്രോസൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഒരുപാട് വണ്ടികളിപ്പോൾ ബുക്കിംഗ് വന്ന് നിൽക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ 3 നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് നമ്പറിലും വിളിച്ചാൽ കിട്ടുക, അഥവാ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു ഗ്യാരേജ് വന്ന് മാളയിൽ, മറ്റൊരു ഗ്യാരേജ് വന്ന് കരുപ്പടന. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും